പ്പെടുന്ന വ്യക്തി പാപമോചനത്തിന് വേണ്ടി സ്നാനമേൽക്കണം. ആ സ്നാനത്തെ എതിർക്കുന്നവരെല്ലാം സാത്താന്റെ ഏജന്റുമാരാണ്. അതേ ഈ സ്നാനത്താൽ അല്ലാതെ പാപമോചനമില്ല. കർത്താവ് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് സ്നാനമേൽപ്പേൻ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് വരും. പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നു, ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിന് മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥനേ ഉള്ളൂ. നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായിട്ട് തന്റെ പ്രാണനെ വിട്ടുകൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു. അതേ പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ കിട്ടും. ഈ ആത്മാവാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ അത് പ്രാപിച്ചവൻ, അതുകൊണ്ടില്ലേ പ്രസംഗിക്കുന്നത്, അതുകൊണ്ടില്ലേ നിങ്ങളോട് എനിക്ക് സ്നേഹമുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രത്യാശ എന്താണെന്നറിയാമോ? ഇന്നാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റി തേജസ്സും തടക്കമരുന്നുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്ന് 1000 വർഷം ഞങ്ങൾ യേശുക്രിസ്തുവിനോട് കൂടെ ഭൂമിയിൽ വാഴും. 1000 ആണ്ടിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പറന്നു പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളും വരണം, നിങ്ങളെല്ലാവരും വരണം. അമ്മയപ്പന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളും കുട്ടികളും ഉൾപ്പെടെ പുരോഹിതന്മാരെ, നിങ്ങളുടെ ജനങ്ങളുമായിട്ട് ചേർന്ന് നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ എന്നേക്കും ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ സുവിശേഷം പ്രസംഗിക്കാൻ നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത്, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കുന്നത്, വിശ്വസിക്കാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നത്?